ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ കൊച്ചുവേളി സ്റ്റേഷനിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പാലക്കാടും എറണാകുളത്തുമൊക്കെ വലിയ സ്വീകരണം ട്രെയിനിന് കിട്ടിയിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന് വന്ദേ ഭാരത് അനുവദിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത. അത് വിഷു കൈനീട്ടമാണ്, മലയാളികൾക്കുള്ള വിഷു കൈനീട്ടം എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ട്രെയിൻ കൊച്ചുവേളി സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കൊച്ചുവേളി സ്റ്റേഷനിലുണ്ട്. അവിടെ നൂറുകണക്കിന് BJP പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണം ട്രെയിനിന് നൽകുന്നു. വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരതാണ് ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ ഷൊർണൂരിൽ എത്തിയപ്പോൾ വലിയ വരവേൽപ്പ് ലഭിച്ചിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തും അതേ രീതിയിൽ വൻ വരവേൽപ്പ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. BJP പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് ട്രെയിനിനെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും കേരളത്തിന്റെ ട്രെയിൻ യാത്രയ്ക്ക് വേഗക്കുതിപ്പേകാൻ കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം നന്ദകുമാർ ചേരുന്നു അവിടെ നിന്നും വിവരങ്ങളുമായി. നന്ദകുമാർ,
വലിയ ആവേശം. കേരളത്തിന്റെ യാത്ര ഇനി വേഗം കൈവരിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. വലിയ വരവേൽപ്പ് അവിടെ ലഭിക്കുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? നന്ദനിലേക്ക് വരാം. എന്തായാലും വലിയ വരവേൽപ്പാണ് വന്ദേ ഭാരതിന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ലഭിക്കുന്നത്. ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ട്രെയിനെ വരവേൽക്കാൻ എത്തിയിരുന്നു. കേരളത്തിനുള്ള കേന്ദ്രത്തിന്റെ വിഷു കൈനീട്ടം എന്ന നിലയിലാണ് വന്ദേ ഭാരത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യൻ നിർമ്മിത സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത്. 180 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ട്രെയിനാണ്. പക്ഷേ രാജ്യത്ത് ഇതുവരെ പരമാവധി വേഗം സാധ്യമായിട്ടില്ല. എങ്കിൽ പോലും 130 മുതൽ 160 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടുന്ന ട്രെയിനാണ്. പക്ഷേ കേരളത്തിൽ ആ സ്പീഡിൽ ട്രെയിൻ ഓടാൻ കഴിയില്ല. നമ്മളുടെ റെയിൽവേ ലൈനിലെ വളവുകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികൾ ഉണ്ട്. എങ്കിൽ പോലും കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും. പരമാവധി വേഗം 80 മുതൽ 100 കിലോമീറ്റർ വരെ ആകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ആയിരിക്കും ആ വേഗം നിശ്ചയിച്ചിട്ടുണ്ടാവുക. ആ വേഗത്തിലാകും ഓടുക. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സെമി ഹൈസ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് കേരളത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നത്. 25-ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് കരുതുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി ഇപ്പോൾ ട്രെയിൻ കേരളത്തിൽ എത്തിയിരിക്കുന്നു. ഷൊർണൂരിലും എറണാകുളത്തും ഒക്കെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങി. ഇപ്പോൾ തിരുവനന്തപുരത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, കേൾക്കാമോ? അവിടെ വലിയ ആവേശത്തോടു കൂടിയുള്ള വരവേൽപ്പാണ് ട്രെയിനിൽ ലഭിക്കുന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ശരി, നന്ദനില്ല. എന്തായാലും അവിടെ വലിയ ആവേശമുണ്ട്. BJP പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ സ്വീകരണം അവിടെ ട്രെയിനിൽ ലഭിക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനെ സ്വീകരിക്കാൻ തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. വലിയ ആവേശത്തിൽ ആണ് ആളുകൾ. കേരളത്തിന്റെ യാത്രാവേഗം ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന വന്ദേ ഭാരത് ആണ് കേരളത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഏറെ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. വന്ദേ ഭാരത് അനുവദിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. അതൊക്കെയും അവസാനമായിക്കൊണ്ടാണ് കേരളത്തിനുള്ള വിഷു കൈനീട്ടം ആയി വന്ദേ ഭാരത് ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ന് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് കരുതുന്നത്. 180 കിലോമീറ്റർ വരെയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ വേഗത. ഇപ്പോൾ നന്ദകുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, വലിയ ആവേശത്തിൽ ട്രെയിനിനെ വരവേറ്റിരിക്കുകയാണ് തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉണ്ട് അവിടെ. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? കേരളം കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോൾ കൊച്ചുവേളിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ സ്വീകരണമാണ് BJP പ്രവർത്തകർ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഇപ്പോൾ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസിനെ സ്വീകരിക്കാനായിട്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇപ്പോൾ വാഹനം ഈ ട്രെയിൻ എത്തിയതിനു ശേഷം ഈ ലോക്കോ പൈലറ്റിനെ ഒക്കെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു ആഘോഷമാക്കി ഇത് BJP മാറ്റുകയാണ്. 100 കണക്കിലേറെ BJP പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിന് വേണ്ടി അവർ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഇത്തരത്തിൽ വലിയൊരു ആഘോഷമാക്കി ഈ ഒരു സംഭവത്തെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ദക്ഷിണ റെയിൽവേയിലെ 3ാമത്തെയും രാജ്യത്തെ തന്നെ 14ാമത്തെയും വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ കേരളത്തിന് അനുഭവിച്ചു തന്നിട്ടുള്ളത്. ഇത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ഈ ഒരു സർവീസ് നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 6 മണിക്കൂർ കൊണ്ട് 500 കിലോമീറ്റർ വരെ ഇത് പിന്നിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിനിന്റെ ഒരു പ്രത്യേകത. നിലവിലെ ഒരു ടൈം ടേബിൾ പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5-ന് മുമ്പ് പുറപ്പെടുകയും അതിനുശേഷം തിരിച്ചു വരുന്ന ഒരു രീതിയായിരിക്കും ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു ടൈം ടേബിൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ടൈം ടേബിൾ ഇതുവരെയും റെയിൽവേ അംഗീകരിച്ചിട്ടില്ല. 3-4 ടൈം ടേബിൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു 16 കോച്ചുള്ള ട്രെയിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. തുടക്കത്തിൽ ഒരു ട്രെയിനാകും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ സർവീസ് നടത്തുക. രാവിലെ തിരുവനന്തപുരത്ത്
നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ കണ്ണൂരിലെത്തി അരമണിക്കൂറിന് ശേഷം മടങ്ങുന്ന രീതിയാണ് ഇപ്പോൾ ഈ ഒരു സർവീസ് പരിഗണിക്കുന്നത്. ഏപ്രിൽ 24-ന് കൊച്ചിയിലെ യുവം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുമെന്നാണ് അവസാന നിമിഷം വരെ നമുക്ക് കിട്ടുന്ന ഒരു വിവരം. എന്തായാലും 24-നോ അല്ലെങ്കിൽ 25-ന് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ നിശ്ചയിച്ചിട്ടുള്ളത്. ട്രാക്കുകളുടെ ശേഷി അനുസരിച്ച് 180 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാവുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ തദ്ദേശീയമായി നിർമ്മിച്ച ട്രെയിൻ സെറ്റുകളാണ്. 52 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗം വരെ കൈവരിക്കാൻ കഴിയും. മുന്നിലും പിറകിലും ഡ്രൈവർമാർ ഉണ്ട്, ക്യാബിനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദിശ മാറ്റാൻ സമയനഷ്ടമുണ്ടാകില്ല. പൂർണ്ണമായും ശീതീകരിച്ച ട്രെയിൻ കൂടിയാണിത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ കഴിയുന്നതാണ് ഈ ഒരു വന്ദേ ഭാരത് ട്രെയിൻ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പാലങ്ങളിലൂടെ ഈ ഒരു വേഗം സാധ്യമല്ല. കേരളത്തിൽ വന്ദേ ഭാരത് ഓടിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏറെക്കാലമായി നടത്തി വരുന്നുണ്ട്. അപ്പോൾ BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കായി തലസ്ഥാന ജില്ലയിലേക്ക് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തിനുമിടയിൽ 100 കിലോമീറ്റർ വേഗത്തിലാണ് നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സഞ്ചരിക്കുക. കായംകുളം മുതൽ എറണാകുളം 90 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കും. അതിനുശേഷം എറണാകുളം മുതൽ ഷൊർണൂർ വരെ 80 കിലോമീറ്റർ വേഗത്തിലും ഈ ഒരു വന്ദേ ഭാരത് ട്രെയിൻ സഞ്ചരിക്കാൻ സാധിക്കും. അതിനുശേഷം ഷൊർണൂർ പിന്നിട്ട് കഴിഞ്ഞാൽ 100 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ഒരു വേഗത്തിൽ സഞ്ചരിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ 52 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വന്ദേ ഭാരത് നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് വൻ വരവേൽപ്പ് നൽകിയത്. നേരത്തെ ഷൊർണൂരിലും ഒപ്പം തന്നെ എറണാകുളത്തും വന്ദേ ഭാരത് എക്സ്പ്രസിന് വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു. പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിലാണ് ട്രെയിൻ ആദ്യം എത്തിയത്. ഈ മാസം 22 മുതലാണ് പരീക്ഷണയോട്ടം. ഇതിനായുള്ള ട്രാക്ക് പരിശോധന ആരംഭിച്ചു. ആവേശവും സന്തോഷവും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ 11:45-നാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് ട്രെയിൻ വന്നെത്തിയത്. കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വന്ദേ ഭാരത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയ കേരളത്തിനു വേണ്ടിയുള്ള വന്ദേ ഭാരത് ട്രെയിനിന് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ വരവേൽപ്പാണ് ഒരുക്കിയത്. മധുരം പങ്കുവച്ചും പുഷ്പങ്ങൾ വിതറിയും BJP പ്രവർത്തകർ ആഘോഷമാക്കി. ദക്ഷിണ മേഖല റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരത്തെത്തി റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേക ട്രെയിനിൽ ട്രാക്ക് പരിശോധനയും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഈ മാസം 22-ന് വന്ദേ ഭാരത് ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ആരംഭിക്കും. ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് സർവീസ്. നിലവിൽ 8 സ്റ്റോപ്പുകളാണ് പരിഗണനയിൽ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് പരിഗണിക്കുന്നത്. യാത്രക്കാരും പ്രതീക്ഷയിലാണ്. 100% കേരളത്തിലെ ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള മുഹൂർത്തമാണ്. നമ്മുടെ യാത്രാ സൗകര്യം വലിയൊരു മാറ്റം ഇന്നത്തോടു കൂടിയിട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ജനങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതല്ലേ, നല്ല കാര്യം തന്നെ. വളരെ നല്ല കാര്യമാണ്, എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിലേക്കും ഏറ്റവും കുറവിൽ യാത്ര ചെയ്യാൻ പറ്റും. സമയലാഭം എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്. വന്ദേ ഭാരതിന്റെ യഥാർത്ഥ വേഗം കേരളത്തിലെ പാതകളിൽ സാധ്യമാവില്ല. കേരളത്തിലെ റെയിൽവേ പാതകളിലെ വളവുകളും നിലവിലുള്ള വേഗ നിയന്ത്രണവുമാണ് കാരണം. വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതോടെ സംസ്ഥാനത്തിനകത്തെ യാത്രകൾക്ക് കൂടുതൽ വേഗം കൈവരിക്കും. ഒപ്പം നിലവിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റങ്ങളുണ്ടായേക്കാം. പ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോഴില്ലെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പ്രഖ്യാപനം പരമാവധി രാഷ്ട്രീയ നേട്ടമാക്കുകയാണ് BJPയുടെ തന്ത്രം. അതേസമയം സംസ്ഥാന സർക്കാരിനെയും MPമാരെയും അറിയിക്കാതെയുള്ള റെയിൽവേയുടെ നീക്കം ജനാധിപത്യ മര്യാദ പാലിക്കാതെയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. റെയിലിന് ബദലല്ല വന്ദേ ഭാരത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേരളത്തിലേക്ക് വന്ദേ ഭാരത് അനുവദിക്കുമോ? കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ ചോദ്യത്തിന്
ഇപ്പോൾ ഇക്കാര്യം പരിഗണനയിലില്ലെന്നാണ് പാർലമെന്റിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ മറുപടി. എന്നാൽ രണ്ടാഴ്ചയ്ക്കിപ്പുറം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വന്ദേ ഭാരത് പ്രഖ്യാപിച്ചു. തികച്ചും അപ്രതീക്ഷിത നീക്കം. പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് കരുതുന്ന പദ്ധതിയുടെ രാഷ്ട്രീയ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുകയായിരുന്നു BJP തന്ത്രം. വന്ദേ ഭാരത് പ്രഖ്യാപനം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഷു കൈനീട്ടമെന്ന പേരിലാണ് BJP ചർച്ചയാക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് ഇല്ല എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രചരണം, ഏതായാലും ആ പ്രചരണത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. 2 ആഴ്ചക്കകം വന്ദേ ഭാരത് കേരളത്തിന് ലഭിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനങ്ങൾക്കായി പ്രഖ്യാപിക്കുമ്പോഴോ ഉദ്ഘാടനം നടക്കുമ്പോഴോ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ വന്ദേ ഭാരത് പ്രഖ്യാപനത്തിൽ അതുണ്ടായില്ല. സംസ്ഥാന സർക്കാർ വാർത്ത സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ BJP കേന്ദ്രങ്ങളിൽ ആഘോഷം ആരംഭിച്ചിരുന്നു. MPമാരെയും സംസ്ഥാനങ്ങളെയും അറിയിക്കാതെയുള്ള നീക്കത്തിൽ ജനാധിപത്യ മര്യാദ പാലിച്ചില്ലെന്നും വിമർശനമുണ്ട്. അതിവേഗ തീവണ്ടി സർവീസുകൾ കൂടുതൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ. അതിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കുന്നു, കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നു, അതിനുള്ള സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഓവർ ഹൈപ്പ് ഈ കാര്യത്തിൽ സൃഷ്ടിക്കുന്നത് മറ്റു പല താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. വന്ദേ ഭാരത് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ കേരയിൽ ചർച്ചകളുടെ ഭാവി എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള കേന്ദ്രവിഹിതത്തിന്റെ ഭാഗമെന്നതിനപ്പുറം വന്ദേ ഭാരതിന്റെ വരവ് ആഘോഷമാക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. വന്ദേ ഭാരത് കേരളിന് ബദലല്ലെന്നും കേരളം വാദിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലൈഫ് മിഷൻ കേസിൽ M ശിവശങ്കറിനെതിരെ ED കുറ്റപത്രം നൽകി. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. അറസ്റ്റ് നടന്ന 60 ദിവസം പിന്നിടുന്നതിനിടയിലാണ് നടപടി. മറ്റു പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുവെന്നും ED. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, 60 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ലൈഫ് മിഷൻ കേസിൽ M ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് നാളെ 60 ദിവസം പൂർത്തിയാവുകയാണ്. അതായത് ED കേസുകളിൽ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതുകൊണ്ടാണ് 60 ദിവസം പൂർത്തിയാകുന്നതിന് തൊട്ട് മുൻപ് ഇന്ന് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് M ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ശിവശങ്കറിനെതിരെ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ മറ്റു പ്രതികൾക്കെതിരെ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണെന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിലവിലെ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ M ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ കേസിൽ 5ാം പ്രതിയാണ്. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ പ്രതി ചേർക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഈ 59 ദിവസം മുൻപ് ശിവശങ്കറിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. രേണുക. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.